ഗൈസ്, നമ്മൾ ഇന്ന് നോക്കുന്നത് പൈത്തന്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പൈത്തൻ എന്താണെന്നും പൈത്തൻ എങ്ങനെയാണ് മറ്റ് ലാംഗ്വേജിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങളാണ്. സോ പൈത്തൻ പഠിക്കുന്ന ഏതൊരാളും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ എന്താണ് പൈത്തൺ നോക്കാമേ. പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ഇന്റർപ്രറ്റഡ് ജനറൽ പേർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കോമൺ ആയിട്ട് പറയുന്ന 3 വാക്കുകളാണ് ഇത് കേട്ടോ. ഹൈ ലെവൽ, ഇന്റർപ്രറ്റഡ്, ജനറൽ പേർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഹൈ ലെവൽ എന്ന് പറയുമ്പോഴത്തേന് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബോത്ത് കമ്പ്യൂട്ടേഴ്സിനും ഹ്യൂമൻസിനും ഒരേപോലെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ലോ ലെവൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കമ്പ്യൂട്ടേഴ്സിന് മാത്രം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെയാണ് നമ്മൾ ലോ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ അതിന്റെ കൂടെ ഇന്റർപ്രറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സിയിലും C++ലും ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കോഡ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കോഡ് ഫുള്ള് ടൈപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ പൈത്തണിനകത്താണെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ വരി എഴുതിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്ത് അപ്പൊ തന്നെ എറേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് പോകാൻ പറ്റും. സോ അപ്പൊ തന്നെ നമുക്ക് കുറച്ചുകൂടി എറർ ഹാൻഡ്ലിംഗ് ഒക്കെ എളുപ്പമായിരിക്കും ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ. പിന്നെന്താ? ജനറൽ പേർപ്പസ് ലാംഗ്വേജ്. ഇതെന്ന് ഉദ്ദേശിക്കുന്നത് ജനറലി എല്ലാ മേഖലയിലും എല്ലാ പർപ്പസിനും നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാം. വെബ് പേജ് ഡെവലപ്പ് ചെയ്യണോ? പൈത്തൺ ഉപയോഗിക്കാം. AI മോഡൽ ബിൽഡ് ചെയ്യണോ? പൈത്തൺ ഉപയോഗിക്കാം. ഡേറ്റാ സയൻസ് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈത്തൺ ഉപയോഗിക്കാൻ പറ്റുമേ. ഈ പൈത്തൺ ആരാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? ഗ്യൂഡോ വാൻ റോസം. എന്നാണ് കണ്ടുപിടിച്ചത്? 1991. ഇതിപ്പോ ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ ഏതെങ്കിലും ഇന്റർവ്യൂലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ആരാണ് ഗ്യൂഡോ വാൻ റോസം അല്ലെങ്കിൽ പൈത്തൺ കണ്ടുപിടിച്ചത് ആരാ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം ഈ മെഷീൻ ലേണിംഗും ഡീപ്പ് ലേണിംഗും AI എല്ലാം നമ്മൾ പൈത്തണിലായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പൊ പൈത്തൺ ഇത്രത്തോളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതാരാണ് കണ്ടുപിടിച്ചത്, എന്നാണ് കണ്ടുപിടിച്ചതെന്നുള്ള ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. സോ പിന്നെന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് സിമ്പിൾ സിൻടാക്സ് ദാറ്റ് ഈസ് സിമിലർ ടു ഇംഗ്ലീഷ് വിച്ച് മേക്സ് ഇറ്റ് ഈസിയർ ടു ലേൺ ആൻഡ് റൈറ്റ്. നമ്മളെ നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിൻടാക്സ് ആണ് നമ്മുടെ പൈത്തണിൽ ഉപയോഗിച്ചേക്കുന്നത്. സിൻടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, ഗ്രാമർ എന്നൊക്കെ പറയാം. ഗ്രാമർ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഞാൻ ഇന്ന് പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി പൈത്തൺ ഡെവലപ്പ് ചെയ്ത ആള് ഒരു ഗ്രാമർ അതിന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ രീതിയിൽ മാത്രം നമുക്ക് പൈത്തൺ എഴുതാൻ പറ്റത്തുള്ളൂ. അതാണ് സിൻടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനുശേഷം എന്താ? നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്? പൈത്തൺ എന്ന് പറയുന്നത് ഹൈ ലെവൽ ആണ്, അതുപോലെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഇന്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ജനറൽ പേർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത് കണ്ടുപിടിച്ചത് ഗ്യൂഡോ വാൻ റോസവും പിന്നെ 1991 ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. കീ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ എന്തൊക്കെയാ പറയാം? അതായത് പൈത്തന്റെ പ്രത്യേകതകൾ, മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? വളരെ എളുപ്പത്തിൽ നമുക്ക് ലേൺ ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ബിക്കോസ് ഓഫ് ഇറ്റ് ഹാസ് വെരി സിമ്പിൾ സിൻടാക്സ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. ബിഗിനേഴ്സ് ആണെങ്കിലും അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരേപോലെ തന്നെ നമുക്കിത് മനസ്സിലാവുകയൊക്കെ ചെയ്യും. ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീ ആണ്. അതായത് ഉദ്ദേശിക്കുന്നത് നമുക്കിത് ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കേട്ടോ. പിന്നെ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ഓൾറെഡി ഞാൻ പറഞ്ഞു. അത് നമുക്ക് പ്രത്യേകിച്ച് കമ്പൈലേഷൻ ഒന്നും ആവശ്യമില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമുക്ക് റൺ ചെയ്ത് നോക്കാൻ പറ്റുവേ. പിന്നെന്താണ്? എക്സ്റ്റെൻസീവ് ലൈബ്രറീസ്. ഇതൊരു വലിയ മെയിൻ പോയിന്റ് ആണ്. ജനറൽ പേർപ്പസ് ലാംഗ്വേജ് എന്തുകൊണ്ടാവുന്നത്? കാരണം ഇതിൽ ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. ഈ ലൈബ്രറീസ് ഒക്കെ ഇപ്പൊ വെബ് ഡെവലപ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ലൈബ്രറീസ് നമുക്കുണ്ട്. ഇപ്പൊ മെഷീൻ ലേണിംഗ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കുറെ തേർഡ് പാർട്ടി ലൈബ്രറീസും ഇൻബിൽഡ് ലൈബ്രറീസും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ലൈബ്രറീസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവേ. പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം ആണ് ഉദ്ദേശിക്കുന്നത്. വിൻഡോസോ മാക് OSോ ലിനക്സോ ഏതിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് വെച്ചാൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ നമ്മുടെ പൈത്തന്റെ ഏതെങ്കിലും ഒരു ഇന്റർഫേസ് എടുക്കുക. പൈത്തണിന് പല പല ഇന്റർഫേസുകളുണ്ട്. ബിഗിനിങ്ങിൽ നിങ്ങൾ ഐഡിയലിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പൈത്തൺ ഐഡിയലി ബേസിക് വെർഷൻ ആണത്.
അതിൽ നമ്മൾ ജസ്റ്റ് പ്രിന്റ് ഹെലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഹെലോ വേൾഡ് എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് ലഭിക്കുകയെ. വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഏതൊരു ബിഗിനർ ആണെങ്കിലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഹെലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യൂ എന്നാണ് ഇതിനർത്ഥം. മനസ്സിലായോ? അപ്പൊ അത് പ്രിന്റ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം ബിഗിനിങ് ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഈ സിയും C++ഉം ജാവയും പൈത്തണും ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എല്ലാവരും കേട്ട് കാണും അല്ലേ? ഇവ തമ്മിലുള്ള ഏകദേശം ഒരു